എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറാണിത്. ഈ കൗണ്ടർ പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിന്റെ സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ സവാരിക്ക് ഓട്ടോ ഡ്രൈവർമാർ ഇരട്ടി ചാർജ് ഈടാക്കുന്നതായും ഹ്രസ്വദൂര സവാരികൾക്ക് ഇവർ തയ്യാറാവുന്നില്ലെന്നും യാത്രക്കാരും പ്രദേശവാസികളും പറയുന്നു. ഓരോരുത്തർക്കും ഓരോ ചാർജ് വഹിക്കുന്നു. ഞങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്ന അറിയാത്തവരെ കാണുമ്പോൾ അവർ കൂടുതലായിട്ട് ഒരു ചൂഷണം ചെയ്യുന്ന രീതിയിലായി പോകും. അതൊക്കെ തോന്നിയ ചാർജ് ഓട്ടോക്കാർ വാങ്ങിക്കുന്നത് മാത്രമല്ല ചെറിയ ദൂരത്തിലുള്ള ഓട്ടോ അവിടുന്ന് പോകുന്നില്ല. 7 മണിക്ക് ശേഷവും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന കെഎസ്ആർടിസി സ്റ്റാൻഡിൽ പ്രീപെയ്ഡ് കൗണ്ടർ അത്യാവശ്യമല്ലേ എന്ന ചോദ്യത്തിന് ഒരു കെഎസ്ആർടിസി ജീവനക്കാരന്റെ മറുപടി ഇങ്ങനെ: യൂണിയന്റെ നിർദ്ദേശത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന് എനിക്ക് 6 മണിക്ക് ശേഷം പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലേഡീസിനൊന്നും ഇങ്ങോട്ട് വരാനും പറ്റാത്തൊരവസ്ഥയെ മദ്യവെച്ച് കൂത്തരങ്ങ ഇവിടെ മുഴുവൻ. കൊച്ചി വികസനത്തിന്റെ പാതയിലാണെന്ന് ആവർത്തിച്ചവകാശപ്പെടുന്ന അധികൃതർ പക്ഷേ ഇത്തരം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ പോലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. അധികാരികളുടെ അനാസ്ഥ മൂലം പ്രീപെയ്ഡ് കൗണ്ടറുകൾ പ്രവർത്തനരഹിതമാകുമ്പോൾ വലയുന്നത് പാവം യാത്രക്കാരാണ്. ക്യാമറമാൻ വിമൽ മുരുകേഷിനൊപ്പം ജിഷ്മ ഇസ്നായർ, ജീവൻ ന്യൂസ്, കൊച്ചി.